2019 MBBS പഠിക്കുകയാണ്. ഞാൻ പഠിക്കുന്നത് ബാവ് കോളേജിലാണ്. ഇവിടെ ബാവ് കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും നമുക്ക് നല്ല നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്, നല്ല നല്ല ടീച്ചേഴ്സിനെ കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാം ഇൻട്രാക്ട് ചെയ്ത് സംസാരിച്ച് നമുക്ക് എല്ലാം പഠിപ്പിച്ച് തരുന്ന ടീച്ചേഴ്സാണ്. പിന്നെ കോളേജ് വന്നിട്ട് നല്ല ഫെസിലിറ്റീസ് ഉള്ള കോളേജാണ്. പിന്നെ ഇവിടെ കൂടുതലും ഇന്ത്യൻസ് തന്നെയാണുള്ളത്. നമുക്ക് ഹോസ്റ്റൽ വരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഹോസ്റ്റലിലെ ഏജൻസാണ് നമുക്ക് ആദ്യം ഇവിടെയൊക്കെ കൊണ്ട് നടക്കുക. സോ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വേറെ സ്ഥലത്തേക്ക് ഫീൽഡാവില്ല, നമ്മൾ കൊണ്ട് നടന്നെല്ലാം പഠിപ്പിച്ചു തന്നോളും. പിന്നെ കോളേജ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നല്ല ഹോസ്റ്റലാണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഫുഡാണെങ്കിലും നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, ഫുഡിൻ്റെ കാര്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല ഒരിതാണ് കോളേജാണ്. പിന്നെ നമുക്കിവിടെ കൂടുതലും ഇന്ത്യൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് പോകാൻ സിമ്പിളായിരിക്കും. ടീച്ചേഴ്സൊക്കെ ജോർജിയൻസ് ആയിരിക്കും ഓർ റഷ്യൻസ് ആയിരിക്കും, ബട്ട് നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. നമുക്ക് നല്ല വാക്കുകളിൽ ഇറങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് USML കോച്ചിങ് നൽകുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കോളേജിൽ കുറച്ചധികം സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫീസ് വളരെ കുറവാണ്. ഇവിടെ മറ്റുള്ള രാജ്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് $3,000-4,000 മുകളിലേക്ക് വരുന്നുണ്ട്. നമുക്ക് 2,400 ആണ് ഒരു സെമ്മിൻ്റെ ഫീസ് നമുക്കിവിടെ വളരെ കുറച്ചാണ് കിട്ടുന്നത്. പിന്നെ ഹോസ്റ്റൽ 1 ഇയർ നമ്മൾ പെർമനൻ്റായി നിൽക്കണം ഇന്ത്യൻസ് ആയതുകൊണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. പക്ഷെ നമ്മുടെ ഫീസ് പെർമനൻ്റ് ആയിരിക്കും. കോളേജ് ഫീസിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. നമുക്ക് ജോർജിയൻ ക്ലാസ്സസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് 3 ഇയേഴ്സ് ജോർജിയൻ ക്ലാസ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ 3 വർഷം കൂടി ജോർജിയൻ നല്ലോണം പഠിക്കും. സോ നമുക്കിവിടെ ലോക്കലി സംസാരിക്കാനൊക്കെ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ നല്ലൊരു കുട്ടി ഗ്രാമമാണ്, സോ നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ ഇവിടെ ചുറ്റും ഉള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്, സേഫാണ് നമ്മളിവിടെ. ഇവിടെ കുറേ കാണാനുണ്ട്. നമ്മുടെ ക്ലാസ്സസ് നമുക്ക് വന്നിട്ട് ഇവിടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അല്ല, നമുക്ക് കുറേ ഫ്രീ ആക്കി ഇട്ടിട്ടാണ് നമുക്കിവിടെ ക്ലാസ്സസ് നൽകാം. നമ്മൾ കൂടുതലും അവർ ഫ്രീ ആക്കി നിർത്തി നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിലേക്ക് ക്ലാസ്സുകൾ എടുക്കാം. കേരളത്തിൽ ആർക്കും ഇവിടെ അഡ്മിഷൻ എടുത്തെങ്കിൽ തന്നെ നല്ലൊരു ഓപ്ഷനാണ് കോളേജ്. ഇവിടെ നമ്മളെപ്പോലെ കുറേ ഇന്ത്യൻസ് ഉണ്ട്, എല്ലാവരും നല്ല കംഫർട്ടബിൾ ആണ് നമ്മളോട് സംസാരിക്കാൻ. പിന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ അറിയിക്കാം.